അസ്സലാമലൈക്കും. ഇന്ന് നമ്മളിതാ ഇതുപോലത്തെ ചട്ടി ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. നോൺ സ്റ്റിക്ക് ഇളകിപ്പോന്ന ചട്ടി നമ്മൾ വലിച്ചെറിയാറാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്ലിയർ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്സാണ് ഇത്. നമുക്ക് ഇനി എന്ത് വേണമെങ്കിലും ഇതിൽ ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ സെറാക്ലീൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത് ക്ലിയർ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അധികം വിലയൊന്നുമില്ല കേട്ടോ. 70 രൂപ. നമ്മൾ ബാത്റൂമിൻ്റെ ടൈൽസൊക്കെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളിതുപോലത്തെ ചട്ടിയാണ് കേട്ടോ. നന്നായി ഇളകി പോന്നിട്ട്. അപ്പോൾ ഞാനിത് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ക്ലിയർ ആക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന്ന് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടീസ്പൂണ്, ഒരു 2 ടീസ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇത് എവിടേക്കാണ് നമുക്ക് ക്ലീൻ ആക്കേണ്ടത് അവിടേക്ക് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അപ്പം ഞാൻ സൈഡ് ഭാഗമൊന്നും ക്ലിയർ ആക്കണില്ല കേട്ടോ. ഇതുപോലെ ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളിത് ഇളകിയിട്ടൊന്നുമില്ല. വല്ലാണ്ട് നോൺ സ്റ്റിക്ക് നമ്മൾ ഉപയോഗിച്ച് തരുന്നതായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് പുകയണമൊന്നുമില്ല കേട്ടോ. ഇത് നമ്മളിങ്ങനെ ഇളകിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെച്ചാൽ നന്നായി പുകയും കേട്ടോ. അപ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ ധരിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ നമ്മൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായി ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. കൂടുതൽ നേരമൊന്നും ഉരക്കേണ്ട. ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കണ്ടോ, ഇതുപോലെ ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സെറയുടെ ഒന്നും കൂടി നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂണും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഇളക്കിയെടുത്തതുകൊണ്ട് ഇതൊന്ന് പുകഞ്ഞ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ മാസ്ക് ധരിക്കുക, അല്ലെങ്കിൽ കുറച്ച് വിട്ട് നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചുമയൊക്കെ വരും. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, നന്നായി പുകയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാസ്ക് ഇട്ടുകൊണ്ട് വേണം കേട്ടോ. പിന്നെ അതേപോലെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇടാൻ മറന്നു കേട്ടോ. ഗ്ലൗസ് ഇട്ടിട്ടില്ലെങ്കിൽ നമുക്ക് കൈ പൊള്ളൊന്നുമില്ല. പക്ഷേ നമ്മളെ നഖത്തിലൊക്കെ ഈ കറുപ്പ് ഇരിക്കും കേട്ടോ. പിന്നെ അത് പോയി കിട്ടാൻ കുറച്ച് നേരം പാടാണ്. അപ്പോൾ ഇതാ ഒന്നുകൂടി നമ്മൾ ഉരതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി ഉരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ കണ്ടോ, ഇതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഒന്ന് ഉരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ക്ലീനായി കിട്ടും. അപ്പോൾ ഞാൻ ഈ വെള്ളം കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ടീസ്പൂണ് വരെയൊക്കെ നമുക്കിതിൽ 3 പ്രാവശ്യം വരെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു പ്രാവശ്യം കൂടി നമ്മളിത് ഒരു 2 ടീസ്പൂണോളൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചെറുതായിട്ടാണ് പുക വരുന്നുള്ളൂ കേട്ടോ. എന്നാലും ഉണ്ട്, ഒന്ന് വിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതത്ര കെമിക്കലൊന്നല്ല, നമ്മളെ കൈ പൊള്ളൊന്നുമില്ല കേട്ടോ. ഇത് നമ്മൾ കൈ കൊണ്ട് ഉപയോഗിച്ച് വെച്ചിട്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഉരച്ചെടുത്തിട്ട് കഴുകി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഇതുപോലെ ഇളകി വന്നിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ക്ലീനാക്കി എടുക്കാം. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഗ്ലൗസ് ധരിക്കാത്തതുകൊണ്ട് എൻ്റെ നഖത്തിലൊക്കെ കുറച്ച് ഇതിൻ്റെ ഇത് പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ അത് ക്ലീനാക്കി എടുക്കണം നമുക്ക്. അപ്പോൾ ഇതാ നമുക്കിത് ഇനി ഒന്ന് സോപ്പിട്ട് കഴുകി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതിൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നല്ല അടിപൊളി പാത്രമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും